മൊബൈൽ ഫോണിൻ്റെ അകത്ത് വരുന്ന ചാർജിങ് കണക്ടറാണിത്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും സർവീസ് സെന്ററിൽ പോകേണ്ടതായിട്ട് വരും. അതായത് ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അതേപോലെ നമ്മുടെ ചാർജറിൻ്റെ കേബിളിൻ്റെ ഉള്ളിലും ഉണ്ടാവും കണക്ഷൻ. ഇത് രണ്ടും തമ്മിൽ കേബിൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും ടച്ച് ആവുകയും ചാർജ് പാസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്ത് കളയും. അതായത് ഒരു 80% 90% ചാർജ് ഉണ്ടെങ്കിലും ഫോൺ വീണ്ടും ചാർജ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ 2 പ്രശ്നങ്ങൾ വരും. ഒന്ന് ബാറ്ററിക്ക് ഹെൽത്ത് കിട്ടില്ല. കാരണം ബാറ്ററി ഫുള്ളായിട്ട് ഡിസ്ചാർജ് ആയിട്ട് വീണ്ടും ചാർജ് ചെയ്താലേ അതിന് ഒരു ഹെൽത്ത് കിട്ടുള്ളൂ. അതിന് പകരം ഒരു 80, 90 അല്ലെങ്കിൽ 70 ഒക്കെ ആകുമ്പോഴേക്കും വീണ്ടും വീണ്ടും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിൻ്റെ ഹെൽത്ത് പോയി പോകും. വേറൊന്നെന്ന് പറഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇൻസേർട്ട് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഘർഷണം പോവുകയും അത് തമ്മിൽ ഒരു മിനുസായി മാറുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ തമ്മിൽ എന്താവില്ല കറണ്ട് പാസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചാർജ് ചെയ്യുന്ന രീതി മാറ്റിയിട്ട് ചാർജ് ഒരു 20% അല്ലെങ്കിൽ 15% ഒക്കെ ചാർജ് ആവുന്ന സമയത്ത് മാത്രം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിൻ്റെ ഇഷ്യൂ മാറിക്കിട്ടും. ഈ ചാർജിങ് കണക്ടർ ഡാമേജ് ആകുന്ന കംപ്ലയിൻറ്റും മാറിക്കിട്ടും.